ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് സ്പെഷ്യലാണ്. എൻ്റെ കസിൻ്റെ എൻഗേജ്മെൻറ്റ് വ്ളോഗാണ് കേട്ടോ. അതായത് ഞങ്ങൾ കസിൻസ് 7 പേരിൽ ഇപ്പോൾ 2 പേരെ എൻഗേജ്മെൻറ്റാണ് കഴിഞ്ഞിട്ടുള്ളത്. ഒന്ന് എൻ്റെതും അതേപോലെ ഒന്ന് ഓളതും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ 7 പേരിൽ ഞാൻ, കുഞ്ഞോള്, പൊന്നു, സോന, ഞങ്ങളാണ് ഗേൾസ് ഉള്ളത് കേട്ടോ. ഇതിൽ സോന വന്നിട്ടുണ്ടായില്ല. അവൾ കോയമ്പത്തൂർ പഠിക്കാൻ പോയതുകൊണ്ട് തന്നെ അവൾക്ക് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ബാക്കി ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അതായത് 6 പേരുണ്ടായിരുന്നു. ഷനും, അഫീം, സോനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കുറേ കഴിഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ചെക്കൻ വരുന്നതിന് മുമ്പ് തന്നെ നമ്മളവിടെ എത്തണമല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പോയിരുന്നിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ പരിപാടി ഉണ്ടായിരുന്നത്. എനിക്ക് എന്തോ ഈ ഓഡിറ്റോറിയം ഭയങ്കര ഇഷ്ടമായിട്ടോ. ചെറിയൊരു ഓഡിറ്റോറിയം ആണെങ്കിലും അത്യാവശ്യം എല്ലാത്തിനും പറ്റിയൊരു ഓഡിറ്റോറിയം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും മാത്രമാണ് കസിൻസിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ വെറുതെ ആയിക്കൂടി നടക്കിയിരുന്നു. പിന്നെ ഇങ്ങനെ ഓരോരുത്തർ വരൽ തുടങ്ങി കേട്ടോ. ഓരോ വീട്ടുകാർ കുറച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ വെള്ളം കിട്ടി, വെള്ളം കുടിച്ചു. മുന്തിരി ജ്യൂസ് ആയിരുന്നു കേട്ടോ. പിന്നെ കസിൻസ് കുറേ കഴിഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാലും വലിയവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം ആൾക്കാർ. പിന്നെ പൊന്നൂൻ്റെ ഫ്രണ്ട്സിനായിട്ടും ഞാനും കുഞ്ഞോളും നല്ല കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഓരേറ്റും ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മാൻ്റെ അമ്മായി കേട്ടോ, ഞങ്ങളെ വലിയമ്മായി. എല്ലാവർക്കും നല്ല പരാതിയാണ് കേട്ടോ, ഞാൻ ഓരോന്നും വീഡിയോ എടുക്കണില്ല എന്ന് പറഞ്ഞിട്ട്. എന്നാലോ വീഡിയോ എടുക്കുകയാണെങ്കിൽ ആരും എൻ്റെ ഫോണിലേക്ക് നോക്കില്ല കേട്ടോ. ഇത് അമ്മായിൻ്റെ പേരക്കുട്ടിയാണ് ദിയമോൾ. അപ്പോൾ അമ്മായി എന്നോട് പറയുന്നു, ഇന്നെ കാണിക്കണ്ട, ഓളെ കാണിച്ചാൽ മതി എന്നുള്ളത്. അമ്മായിനെ വീഡിയോയിൽ ഇടണ്ടെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അമ്മായി നമുക്ക് ഇങ്ങനെ കൈയൊക്കെ കാണിച്ചു തന്നതല്ല. അപ്പോൾ എന്തായാലും ഇതിലിടാമെന്ന് ഞാൻ കരുതി. അങ്ങനെ ഞങ്ങളിങ്ങനെ പൊന്നൂൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്, വരുന്നൊക്കെ ഉണ്ട് കേട്ടോ. പൊന്നൂന് 2 ഡ്രസ്സ് ഉണ്ടായിരുന്നു. അതായത് ഇവിടുത്തെ ഡ്രസ്സും അവിടുത്തെ ഡ്രസ്സും. അവിടുത്തെ ഡ്രസ്സ് മാറ്റിച്ചിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ സ്റ്റേജിലേക്ക് ഫോട്ടോ എടുക്കാൻ പോയി. സ്റ്റേജിന്മേ ഓരോന്നും വന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതി. അങ്ങനെ ഞാനും കുഞ്ഞോളും ഇരുന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു കേട്ടോ. ഞങ്ങളെ ഫോട്ടോഗ്രാഫർ മൂസിന താത്തയാണ്. അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് പൊന്നും ഫ്രണ്ട്സൊക്കെ മേലേക്ക് കയറി വന്നു കേട്ടോ. മേലെയാണ് സ്റ്റേജ്, അടിയിലാണ് ഫുഡ് കഴിക്കുന്നത്. അങ്ങനെയായിരുന്നു കേട്ടോ ഈ ഒരു ഓഡിറ്റോറിയം. അങ്ങനെ ഓളെ ഫ്രണ്ട്സിനെ ഞാൻ ചെറുതായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് മൂസിന താത്ത കേട്ടോ. അങ്ങനെ പിന്നെ പൊന്നൂന് ടെൻഷൻ ആവൽ തുടങ്ങി കേട്ടോ. ചെക്കൻ ഇവിടെ എത്താനായിക്കണു എന്ന് പറഞ്ഞപ്പോൾ ഓൾക്ക് ഭയങ്കര ടെൻഷൻ ആവൽ തുടങ്ങി. എന്താ താത്ത എവിടെ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ. എന്താ ഫ്രണ്ട്സൊക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. ഷോ എന്ത് ചെയ്യാനാണ്. പിന്നെ അതിൽ ഒരു ഫ്രണ്ട് എൻ്റെ കോളേജിൽ തന്നെ കേട്ടോ പഠിക്കുന്നത്. ബാക്കിയുള്ളവരും കുറേ പേരൊക്കെ എനിക്കറിയാം, നസ്ലനെയും അങ്ങനെ കുറച്ച് പേരൊക്കെ എനിക്ക് അതിലറിയാം. അങ്ങനെ ഓള് കയറാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ സ്റ്റേജിൽ. പക്ഷെ ഓൾക്ക് നല്ല പേടി ഉണ്ടായിരുന്നു. അത് ഞാനും അങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ എൻഗേജ്മെൻറ്റ് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. അങ്ങനെ അതാ ചെക്കനും വീട്ടുകാരും എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓളെ സ്റ്റേജിലേക്ക് കയറ്റി. പിന്നെ മറ്റേ മുട്ടായി കൊടുക്കലും ചടങ്ങുകളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനവിടെ വോയിസ് ഓവർ കൊടുക്കുന്നില്ല, ഞാൻ സോങ് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്.
അങ്ങനെ പൊന്നു ഡ്രസ്സ് മാറ്റാൻ പോയപ്പോൾ ബൊക്കയും അതേപോലെ ഒരു പെട്ടിയും ഞങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. കുട്ടികൾ എടുക്കണം നോക്കണേ പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. നല്ല അടിപൊളി ഫുഡായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ബാക്കി കസിൻസ് എത്തുന്നത്. സോനു, ഷനു, അപ്പൂസ്. ഒരപ്പോഴാണ് കേട്ടോ എത്തിച്ചേരുന്നത്. അങ്ങനെ പിന്നെ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. ഞങ്ങൾ കഴിക്കൽ കഴിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും പൊന്നും മാറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ആൾ തന്നെ മാറിയിട്ടുണ്ട്. മുടിൻ്റെ സ്റ്റൈലും ഒക്കെ പാടെ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ മാറ്റി വന്നത് കണ്ടിട്ട്. മാറ്റി വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഫാമിലി ഫോട്ടോസും അങ്ങനെ എല്ലാതും എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല രസമുണ്ടല്ലേ കാണാൻ, മാഷാ അല്ലാ. പിന്നെയാണ് ഇവരൊക്കെ കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പൊന്നു പരാതി പറയാൻ കേട്ടോ, നിങ്ങളെന്താ എത്ര നേരത്തെ വന്നിക്കണെന്നുള്ളത്. എൻ്റെ പരിപാടിക്ക് പിന്നെ സോനും ആഫിയും വന്നിട്ടില്ല കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ അങ്ങനെ എല്ലാവർക്കും മിഠായിയൊക്കെ കൊടുത്ത് ഞങ്ങളെല്ലാവരും ഓരോരോ മിഠായികളൊക്കെ എടുത്തു. സന്തോഷമായി. ഞങ്ങൾ എന്നിട്ട് ഫോട്ടോ എടുക്കാൻ ഇങ്ങനെ കാത്തിക്കട്ടോ സ്റ്റേജിൽ കയറാൻ. അപ്പോൾ ആദ്യം ഓരോ ഫാമിലി ഇങ്ങനെ ഫോട്ടോസ് എടുക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളെ ഫാമിലിയൊക്കെ കയറി. ഞങ്ങൾ നാഷ് കസിൻസൊക്കെ കയറി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ. അതിന് ശേഷം പിന്നെ താഴത്ത് പോയിട്ടാണ് കേട്ടോ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ഒരുപാട് ഫോട്ടോസിലൊന്നുമില്ല. ഞാൻ പോന്നിട്ട് ഒരു കസിൻസ് കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടുകാർ വരുന്നുണ്ടായിരുന്നു. അതായത് എൻ്റെ ചെക്കൻ്റെ വീട്ടുകാർ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഭയങ്കര മിസ് ചെയ്തു. കാരണം ഒരു കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളും ഫാമിലി ആയിട്ടും അല്ലാതെയും അങ്ങനെയൊക്കെ ഫോട്ടോസ് എടുത്തിട്ട് പിന്നെ അവിടെ നിന്നാണ് പോരുക ചെയ്തിട്ട് എല്ലാവരും താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഇമോഷണൽ ഡാമേജ്. ചെക്കനെ കൂട്ടാതെ പെണ്ണിനെ മാത്രം കൂട്ടി ഫോട്ടോ എടുക്കണു. ഇവൻക്കാണെങ്കിൽ ഭയങ്കര മടിയാട്ടോ നിയാസിന്. എന്നിട്ട് ഇന്നെ ഇടരുത് പറയുന്നുണ്ട്. അപ്പം പറഞ്ഞു ഞാൻ എന്തായാലും ഇടും. അപ്പോൾ പൊന്നു പറഞ്ഞു ഇട്ടുകൊണ്ടു എന്നുള്ളത്. അതാണ് ഞാൻ അതിലിട്ടത് കേട്ടോ. ഇത് പിന്നെ പൊന്നുവിൻ്റെ താത്തയും കുട്ടിയാണ്. അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ, പൊന്നുവിൻ്റെ എൻഗേജ്മെൻറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.